തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ഒരു 10:15 ആയപ്പോഴത്തേക്ക് നമ്മുടെ വിഭവങ്ങളൊക്കെ റെഡിയായി കേട്ടോ. എല്ലാം ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ഒരു ലോങ് വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഓണസദ്യയുടെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി. എന്നാൽ സന്തോഷവും സമാധാനവും ഇല്ലാതെ കണ്ണീരുണ്ട പല ഓണ ദിവസങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ എനിക്ക് കൊതി തോന്നുന്നത് മാത്രം ഉണ്ടാക്കും. സമാധാനത്തോടെ ഇരുന്ന് കഴിച്ചാൽ മതിയല്ലോ. ഞാൻ പരിപ്പും പപ്പടവും അവിയലും പഴം പച്ചടിയും സേമിയ പായസവും പിന്നെ ശർക്കര പുരട്ടി ഉപ്പേരി പഴം ചോറ് ഇത്രയാണ് നമ്മുടെ വിഭവങ്ങളായിട്ടുണ്ടായിരുന്നത്. മാങ്ങയും കറിനാരങ്ങയൊക്കെ ഉത്രാടത്തിൻ്റെ അന്ന് അച്ചാറിട്ട് വെച്ചതുണ്ടായിരുന്നു. അമ്മ വന്നു, ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് ഉച്ചയ്ക്കിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. വിളക്കത്ത് വിളമ്പുന്ന ചടങ്ങൊക്കെ എല്ലായിടത്തും പതിവുള്ളത് കൊണ്ട് ഞാനും ചെയ്തു. എല്ലാ നാട്ടിലും ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, ഇവിടങ്ങളിലൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് ഇലയിൽ ഭക്ഷണം കഴിക്കാൻ പ്രയാസമായതുകൊണ്ട് പ്ലേറ്റിൽ കൊടുത്തു എന്നേ ഉള്ളൂ. അതിനെപ്പറ്റി ആരെങ്കിലും ചോദിക്കും, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഊണൊക്കെ കഴിഞ്ഞ് ജാനിക്കുട്ടിയുടെ അവിടെ പോയി. അവിടുന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഹരിപ്പാട് സൂചിച്ചിട്ട് ഇവിടോട്ട് വന്നതാണ്. ഇവിടെയാണ് ഇനി ബാക്കിയുള്ള ഓണം.